ഇപ്പോൾ ഒരു അടുത്ത് ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസ് ഒരു പാർട്ട് 3 നമ്മൾ ജോർജിയ പോകുന്ന ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് ഓൾറെഡി റെഡിയാണ്. അപ്ലോഡ് ചെയ്യാൻ നേരം ഒരു എന്താ പറയുക, നമുക്ക് ഈ കൊറോണ കുറച്ച് ഭയാനകമായ ഒരു സമയത്തായിരുന്നു. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് ഡിലേ ആക്കി. വേറൊന്നുമല്ല, ചില ആൾക്കാർ വേണേൽ ചോദിക്കാം ഈ സമയത്തും വേണോ വായി എന്ന്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഒരാഴ്ച ഞാൻ കുറച്ച് ഡിലേ ആക്കി വേണ്ടാന്ന് വെച്ചിരുന്നു. പക്ഷേ പിന്നീട് ചിന്തിച്ച് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം 7-ാം തീയതി തൊട്ട് 14-ാം തീയതി അല്ലെ 9-ാം തീയതിക്ക് ശേഷം ആ സമയത്ത് അത്ര വലിയ കാഠിന്യം ആയിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ട്രിപ്പ് വരുന്നതിനെ ബോർഡറിലും ഒരു പ്രോബ്ലംസ് ഇല്ലാതിരുന്ന സമയത്തായിരുന്നു നമ്മൾ ആ ട്രിപ്പ് തീർന്നത്. അതിനുശേഷമുള്ള ആ ശനിയാഴ്ച തൊട്ടാണ്, അതായത് 14-ാം തീയതിയാണെന്ന് തോന്നിയിരിക്കുന്നത്, അന്ന് തൊട്ടാണ് കുറച്ച് ചെക്കപ്പ് കൂടിയത്. അപ്പം അതിനുശേഷം കണ്ടിന്യൂസ് ഒരാഴ്ച ഞാൻ വീട്ടിലിടുന്ന ഒരു ട്രിപ്പും പോയില്ല. പിന്നീടുള്ള പിറ്റേ ആഴ്ചയാണ് ഇതിപ്പം. അതിനുശേഷം ഇറങ്ങിയതല്ല, ബോർഡർ ക്രോസ് USA പോകുന്നില്ല, ഓൺലി കാനഡയ്ക്ക് അകത്തുള്ള ട്രിപ്പുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മുടെ ആ ജോർജിയ ട്രിപ്പ് പെൻഡിങ് കിടക്കുന്ന വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത്. അത് നമുക്ക് ജോർജിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആസ് യൂഷ്വൽ ബാക്കി നമുക്ക് അറിയാവുന്ന റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിവിടെ നിന്ന് വന്ന് ബോർഡർ ക്രോസ് ചെയ്യുന്നു, ജോർജിയയിൽ പോകുന്നു. അപ്പം നമ്മൾ പോയിട്ടില്ലാത്ത സ്ഥലങ്ങൾ മാത്രമേ വീഡിയോ കാണിക്കുന്നുള്ളൂ, മാക്സിമം കുറച്ച്. അപ്പം കീപ് വാച്ചിങ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് മലയാളി. അവിടെ ഓൾമോസ്റ്റ് നമ്മുടെ ലൊക്കേഷനിൽ എത്താറായി. അപ്പം തന്നെ ട്രാഫിക്ക് ഇനി എൻ്റെ എക്സിറ്റ് എടുക്കാനായിട്ട് 1.5 കിലോമീറ്ററോടെ ഉള്ളൂ. അപ്പം തന്നെ ഇവിടെ ടൈറ്റായി. ഈ 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലോട്ട് എടുക്കുമ്പോൾ ട്രാഫിക് ഇല്ലാതാവും. പക്ഷേ ഈ 1.5 കിലോമീറ്റർ പോകാനായിട്ട് നമ്മൾ അധികം സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലേക്ക് ഓൾമോസ്റ്റ് എത്താറായി. അപ്പം നമ്മൾ ഇപ്പം കൊറോണയ്ക്കുള്ള പ്രതിരോധം അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സാനിറ്റൈസർ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പം നമ്മളിനി ഇറങ്ങാൻ പോകുമല്ലേ, അതുകൊണ്ടൊരു ഗ്ലൗസും കൂടെ ഇട്ടേക്കാം. കാര്യം നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അധികം കോൺടാക്റ്റ് ആരുമായിട്ടും വരുന്നില്ല. നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് കോൺടാക്റ്റ് വരുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഗ്ലൗസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ രാവിലെ. നമ്മൾ എത്താനായിട്ട് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ആ ഒരു സിഗ്നൽ കിട്ടിയപ്പോഴാണ് ഗ്ലൗസൊക്കെ ഇട്ടത്. സിഗ്നലിൽ കുറച്ച് നേരം അധികം കിടക്കേണ്ടി വന്നു. പിന്നെ ചെറിയ ലോക്കൽ റോഡാണ്. അപ്പം അധികം സ്പീഡില്ല, പതുക്കെ പോകുന്നത്. 60 കിലോമീറ്റർ സ്പീഡിലാണ്. 10:15 ആകുമ്പോഴാണ് 10 മണിക്ക് എത്തണമായിരുന്നു. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥലമാണ്, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ പിക്കപ്പാണ് 2 മണിക്കുള്ളിൽ ഇനി പിക്കപ്പ് എടുക്കുന്ന സ്ഥലത്തില്ല. നമ്മളിപ്പോൾ ഹൈവേ I-20 എന്ന് പറഞ്ഞ ഹൈവേയിൽ കൂടെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോർജിയയിൽ തന്നെയാണത്. ജോർജിയയിൽ നിന്ന് 20 എടുത്തിട്ട് നേരെ നമ്മുടെ ജോൺ ഡിയറിലെ പിക്കപ്പ് ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഇതുവഴിയല്ല വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടാണ് തന്നെ തിരിച്ച് നമ്മൾ പെൻസിൽവാനിയ വഴിയാണ് പോകാൻ പോകുന്നത്. അപ്പം ഈ 20 റോഡിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ പിക്കപ്പ് ലൊക്കേഷനിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് എത്താനായിട്ട് 76 കിലോമീറ്റർ ഉണ്ട്, 54 മിനിറ്റ് ഉണ്ട്. പക്ഷേ 24 മിനിറ്റിനുള്ളിൽ അവിടെ എത്തണം. 2 മണിക്കാണ് അപ്പോയിൻമെന്റ്. അപ്പം ഇവിടെ ഈ ഒരു സ്ഥലം നേരത്തെ തന്നെ നമ്മുടെ പറഞ്ഞായിരുന്നു, അവർ കറക്റ്റ് ടൈമിന് ചെന്നില്ലെങ്കിൽ എടുക്കില്ല. നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ചു പറഞ്ഞു വിടും. 10 മിനിറ്റ് ഉള്ളപ്പോൾ ചെന്നാൽ പറയും. ലേറ്റായി കഴിഞ്ഞാൽ എന്ത് പണിയാണോ വരുന്ന തരത്തിൽ. എന്തായാലും നമ്മളൊരു 25 മിനിറ്റ് ലേറ്റാണ്. 2 മണിക്ക് എന്തായാലും എത്താൻ പറ്റില്ല. 2:20, 2:25 ആവും ഇവിടെ എത്താനായിട്ട്. കമ്പനിയിൽ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. കമ്പനി വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് 25 മിനിറ്റോളം ലേറ്റാണെന്നോ. ഓക്കെ, നോ പ്രോബ്ലം എന്നാണ് അവർ പറഞ്ഞത്. എന്താണെന്ന് അറിയില്ല, അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഇപ്പോൾ നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലെത്തി. ഇവിടെ ഒരുപാട് ട്രക്ക് ഡോറും തുറന്നിട്ട് വെയിറ്റിംഗ് ആണ്. അതാ ലൈൻ ഓരോരുത്തർ പോകുന്നതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് കയറി മൂവ് ചെയ്ത് നിൽക്കണം. അപ്പം നമ്മുടെ പുറകിൽ ആരുമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു വണ്ടിക്കകത്ത് ലോഡൊക്കെ കയറ്റി കയറി പോകുന്നതാണ്. വലിയ ട്രക്കാണ്, വലുതാണ്. എത്രയും പേര് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളായിരിക്കും. ഇവിടെ വണ്ടിയിലൊക്കെ ലോഡിങ് ചെയ്യുന്ന പരിപാടി കേട്ടോ. ഇവിടുന്ന് ഓടിച്ച് തന്നെ കയറ്റുക വണ്ടി. നമ്മളിപ്പം അടുത്ത ഗേറ്റിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ലൈനിൽ വന്ന് കിടക്കാം. ഇനിയിപ്പം ഒരു പുള്ളിക്കാരൻ വന്ന് പറയുന്ന പറഞ്ഞു. ഒരു പുള്ളിക്കാരൻ അതുവഴി ഇതുവഴി ഇങ്ങനെ വണ്ടിയിൽ ഓടി നടപ്പുണ്ട്. ആ പുള്ളിക്കാരൻ വന്ന് പറയും എവിടെ പാർക്ക് ചെയ്യണമെന്ന്, ഏത് ഡോക്കാണെന്നൊക്കെ. അവർ സ്പീഡപ്പായിട്ട് കയറ്റി തരുമെന്നാണ് പറയുന്നത്.
ട്രക്കിൽ നമ്മുടെ ട്രെയിലറിൽ ഓൾറെഡി ഒരു ട്രക്ക് കയറി. ഇനി എനിക്കത് 2 കൂടെ കയറുള്ളൂ. നല്ല സ്പേസ് കളയുക. ആ 2 റെഡിയായി കിടപ്പുണ്ട്. ആരെങ്കിലും ഒന്ന് ഒട്ടിച്ച് കയറ്റി തന്നിരുന്നെങ്കിൽ പോകായിരുന്നു. കുറച്ച് സമയമായി. ഇപ്പം 1 മണിക്കൂറിൽ കൂടുതലായി വന്നിട്ട്. ഒരു വണ്ടി ഇപ്പോൾ ലോഡാക്കിയിട്ട് ഒരു വണ്ടി ലോഡാക്കി പോവുകയാണ്. അപ്പോൾ അടുത്ത് നമ്മുടെ നമുക്ക് കയറ്റാനുള്ള 2ാമത്തെ വണ്ടി ട്രെയിലറിൻ്റെ ഫ്രണ്ടിൽ വന്ന് അവർ സ്കാനൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ അകത്തോട്ട് കയറ്റാനായിട്ട് പോവാം. കഴിഞ്ഞ വട്ടം നമ്മൾ ടെന്നസിന്ന് പോയെടുത്ത് ഇതിൻ്റെ ചെറിയ വണ്ടിയായിരുന്നു. പിന്നെ നമ്മൾ പിക്കപ്പ് എല്ലാം കഴിഞ്ഞു. തിരിച്ച് ഇറങ്ങി. 4:45 2:20 വന്നതാണ്. 2:20 വന്നിട്ട് 4:45 തിരിച്ചിറങ്ങുന്നത്. അപ്പം ഏകദേശം 2 മണിക്കൂർ 2.5 മണിക്കൂർ ഓൾമോസ്റ്റ് 2.5 മണിക്കൂർ അവിടെ പോയി. അപ്പം എല്ലാം കഴിഞ്ഞ് കൊണ്ട് ഇറങ്ങി. ഇനിയിപ്പോൾ 20 ഹൈവേ എടുത്ത് സെൻറ്റിസൺ പിടിച്ച് എന്തായാലും ഒരു 4 മണിക്കൂർ 3.25 മണിക്കൂറോടെ ഉള്ളൂ നമുക്ക് ഓടാനായിട്ട്. അപ്പോൾ അത്രയും ദൂരം ഓടി എവിടെയെങ്കിലും ഒതുക്കി കിടക്കാം. എന്നിട്ട് ബാക്കി നാളെ ഓടാം. നമ്മളിപ്പോൾ ജോർജിയന്ന് വിട്ട് ആക്ച്വലി ജോർജിയയുടെ ബോർഡറിലായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് സൗത്ത് കരോളിന എത്തി. നമ്മൾ സൗത്ത് കരോളിന കയറി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേറ്റ് ഏതാണ്? ഈ റോഡ് അതിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇതുവഴി വരുന്നത്. ഇവിടെ നിന്ന് ഇനി എനിക്ക് എവിടെ ചെല്ലണം? ടെന്നസി ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്ഥിരം അറിയാവുന്ന വഴിയുള്ളൂ. ഇതിപ്പം ജോർജിയ കഴിഞ്ഞ് സൗത്ത് കരോളിന കയറി. ഇനി നോർത്ത് കരോളിന കയറുമോ? ഇല്ല, നോർത്ത് കരോളിന കയറത്തില്ലായിരിക്കും. സൗത്ത് കരോളിന വഴി നേരെ എക്സിറ്റ് വന്നിട്ട് സൗത്ത് കരോളിന എത്തിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എന്തായാലും സൗത്ത് കരോളിന കയറുമെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇത്തരത്തിലുള്ള ഓരോ കമ്പനി വണ്ടികളും ഇതുവഴി ഒരുപാട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കണ്ടു. പല പല കമ്പനികളുണ്ട്. മാക്ഡൊണാൾഡ്സിൻ്റെത് ഇപ്പം മറ്റേ ജെംസ് കണക്കത്തെ മിഠായിയുടെ അതാണ് ഇപ്പോൾ ആദ്യം പോകുന്ന ഡിവാൾട്ട് കമ്പനിയുടെ. ഭയങ്കര സെറ്റപ്പ്. ഒരേ കളറിലെ ട്രക്കും ട്രെയിലറും എല്ലാം മഞ്ഞ കളറിൽ. എൻ്റെ ബാക്കിലെ ഭയങ്കര അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും. പിന്നെ ചില ഫാസ്റ്റ് കാറുകളിലേക്ക് സൂപ്പർ കാറുകൾ കൊണ്ടുപോകുന്ന വണ്ടികളും ഇതിനെ കാണാറുണ്ട്. പിന്നെ നേരത്തെ 2 നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചില്ല. വീണ്ടും അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ പോകണം. ഇനിയും വരുമായിരിക്കും. അതല്ല നമുക്ക് നല്ല സ്പീഡാണ്. 120 വരെ പോകുന്നത്. നമ്മൾ സൗത്ത് കരോളിനയില് ഇപ്പം നമ്മുടെ സൗത്ത് കരോളിനിലെ ഷാർലറ്റ് എന്ന സിറ്റിയിലോട്ടാണ് എത്തുന്നത്. ഷാർലറ്റ് സിറ്റിയിൽ കൂടെ കയറി ഇനി നമുക്ക് നോർത്ത് കരോളിനോടെ കയറാനുണ്ട്. നോർത്ത് കരോളിന വഴിയാണ് നമ്മൾ വെസ്റ്റ് വെർജീനിയയിലേക്ക് ചെല്ലുന്നത്. അപ്പം ഷാർലറ്റിൽ നിന്നൊരു അമേരിക്കൻ സഞ്ചാരിയുണ്ട്. നമ്മുടെ വീഡിയോയിലൊക്കെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്നൊരു പുള്ളിയുണ്ട്. ആദ്യം ഷാർലറ്റ് എന്ന് പറയുന്ന എന്തൊരു പേരായിരുന്നു, പിന്നെ അമേരിക്കൻ സഞ്ചാരി എന്നാക്കിയെന്ന് തോന്നുന്നു. പുള്ളി എനിക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കറക്റ്റാണെന്ന് അറിയത്തില്ല. കേൾക്കുകയാണെങ്കിൽ ചേട്ടാ ഒന്ന് തിരുത്തണം. അപ്പം ഞാൻ 2 തവണ ശ്രദ്ധിച്ചായിരുന്നു. ഷാർലറ്റ് എന്ന് പറഞ്ഞ ആദ്യം പേരിൽ ആ ഷാർലറ്റിൻ്റെ കൂടെ വേറെ ഒരു പേരിൽ കമൻറ്റുകൾ വരുന്ന ശ്രദ്ധിച്ചായിരുന്നു. പെട്ടെന്ന് ആ സിറ്റി എത്തിയപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്ന. പിന്നീട് പേര് മാറ്റി മലയാളത്തിൽ അമേരിക്കൻ സഞ്ചാരി എന്നെങ്ങാണ്ട് ആക്കിയെന്ന്. എനിവേ എന്തായാലും നമ്മൾ ഷാർലറ്റ് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു നമ്മൾ ഒതുക്കി. ഇനിയിപ്പോൾ നമുക്ക് 9 മിനിറ്റും കൂടെ ബാക്കിയുള്ളപ്പോൾ നമ്മൾ ഒതുക്കി. ഇപ്പോൾ ഒരു ലൗസ് ഫ്യൂൽ സ്റ്റേഷനിലാണ് നമ്മൾ വണ്ടി ഒതുക്കിയിരിക്കുന്നത്. ഇവിടെ സൗത്ത് കരോളിന് കഴിഞ്ഞു. നമ്മളിപ്പോൾ നോർത്ത് കരോളിനാണുള്ളത്. നോർത്ത് കരോളിന് സ്റ്റേറ്റ്സ്വിൽ നോർത്ത് കരോളിലെ ലൗസ് എന്ന ഗ്യാസ് സ്റ്റേഷനിലാണ് നമ്മളിപ്പം ഒതുക്കിയിരിക്കുന്നത്. ഇപ്പം എന്തായാലും ഒതുക്കിക്കൊണ്ട് നേരെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസമായിട്ട് കുളിയൊന്നും നടന്നില്ല. കാര്യം കൊറോണയുടെ പേടിയുള്ളത് കാരണം പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ ഉപയോഗിക്കാൻ ഒരു പേടിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എന്തായാലും കുളിച്ചിലേ നടക്കത്തുള്ളൂ. കുളിച്ചില്ലേ കാര്യം നടക്കില്ല. ഇപ്പോൾ രാവിലെ 6 മണി കഴിഞ്ഞു. 6:30 എങ്ങാണ്ടായി. അപ്പം രാവിലെ പോകാനുള്ള റെഡിയായി. വാഷ്റൂമിലൊക്കെ പോയി ഒരു കോഫിയൊക്കെ എടുത്തിട്ട് വണ്ടി എടുത്തോട്ടേക്ക് പോവാം. എന്നിട്ട് ഇനി ആഹാരം പോകുന്ന വഴിക്ക് കഴിക്കാം. പിന്നെ നമ്മളിപ്പം നോർത്ത് കരോളിനയും കഴിഞ്ഞു വെർജീനിയയിലോട്ട് കയറുകയാണ്. വെർജീനിയ ഇപ്പം തുടങ്ങും. അവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു, വെർജീനിയയുടെ റെസ്റ്റ് ഏരിയ 1 മൈലിലുണ്ട്. അപ്പം വെർജീനിയയിലോട്ട് കയറാൻ പോകണം. അപ്പം സൗത്ത് കരോളിൻ നോർത്ത് കരോളിൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ വെർജീനിയ, ഇനി അത് കഴിഞ്ഞ് വെസ്റ്റ് വെർജീനിയ, പിന്നെ അത് പെൻസിൽവാനിയ, ന്യൂയോർക്ക്, അങ്ങനെയാണ് പോകുന്നത്. ബാക്കിയുള്ള റോഡൊക്കെ നമ്മൾ നേരത്തെ പോയിട്ടുള്ളത് തന്നെയാണ്. ഹൈ വിൻഡ് അഡ്വൈസറി നെക്സ്റ്റ് 12 മൈലിൽ ഗസ്റ്റി വിൻഡുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. അടുത്ത 12 മൈൽ സൂക്ഷിച്ചു പോവുക. കാറ്റ് അധികം ഉണ്ടാകുന്നത് അവിടെത്തെ ബോർഡിലുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹൈ പ്രൊഫൈൽ വെഹിക്കിൾ, ഹൈ വിൻഡ് അഡ്വൈസറി അവിടെ അതിൻ്റെ പിന്നെ പറഞ്ഞത് ഹൈ പ്രൊഫൈൽ വെഹിക്കിൾ
ഉണ്ടാകുന്ന ഏരിയ ആണ് ഇത്. ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ മല കയറാൻ പോകുന്നതുകൊണ്ടാണ് കാറ്റും ഫോഗും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ക്രോസിൻ്റെ നല്ല ബോർഡുണ്ട്, അപ്പം നല്ല രീതിയിൽ കാറ്റുള്ള സ്ഥലമാണ്. ചിലയിടത്തൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കുന്നത് കാണുമെങ്കിലും വലിയ മൈൻഡ് ചെയ്യാറില്ല, അത്ര വലിയ ഇതുണ്ടാവില്ല. ചില സമയത്തുണ്ടാവും. ഇപ്പം നമ്മളിപ്പം മല കയറിക്കൊണ്ടിരിക്കുക, നല്ല നല്ല കയറ്റമാണ്. വണ്ടി 84 സ്പീഡിലേക്ക് ആ മല ഫുള്ള് കയറണമെന്നാണ് തോന്നുന്നു. ഹൈവിൻ്റെ ഇടം കയറട്ടെ കയറട്ടെ. കാണുന്ന മലയുടെ മുകളിലൊക്കെ വീടുകളുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇവിടെ എല്ലാം ആൾത്താമസമുള്ള നല്ല അടിപൊളി വീടായിരിക്കും. ആ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് റോഡും കൊണ്ട് വളഞ്ഞു പോകുന്ന അപ്പുറത്തുള്ള വണ്ടി പോകുന്ന നമുക്ക് കാണാം. ഇപ്പൊ നമ്മളിപ്പം 77 ഹൈവേയിൽ വെർജീനിയയിൽ കയറിയിട്ടുണ്ട്. കാര്യം ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ ഇതിനു മുമ്പ് ഈ റോട്ടിൽ കൂടെ വന്നപ്പോൾ, അതായത് പെൻസിൽവാനിയ റോട്ടിൽ കൂടെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വട്ടം വന്നായിരുന്നു. അന്നേരം നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ചു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വന്നിരുന്ന റോഡ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അത് ഇതിനു മുമ്പുള്ള വീഡിയോകളൊന്നും വന്നിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പം ഇവിടം തൊട്ട് ഇനിയിപ്പം നമ്മൾ ന്യൂയോർക്ക് വരെയുള്ള ട്രിപ്പ് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഓടി ഇപ്പം എന്തായാലും ആവർത്തിക്കുന്നില്ല, ഇത് സെയിം സ്ഥലങ്ങൾ തന്നെ ആയതുകൊണ്ട് നമ്മൾ വിട്ട് പോവുകയാണ്. ഇനി നമുക്ക് എത്ര ദൂരമുണ്ട്? ഇനി 964 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. രാവിലെ 9 മണിയാകാൻ പോകുന്നു. 7 മണി 8 മണിക്കുള്ളിൽ എത്താമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പൊ നമ്മൾ പോകുന്ന ഈ വഴി ഇതിനു മുമ്പ് ഇതുവരെ വന്നിട്ടില്ലാത്ത വേറൊരു വഴിയാണ്. കാര്യം 77 കൂടെ നമ്മൾ വന്നിട്ട് നോർമലി അവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. 19 എന്ന് പറഞ്ഞൊരു US ഹൈവേ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 26 മൈല് കുറഞ്ഞു കിട്ടും. അതായത് 26 മിനിറ്റ് മുമ്പേ നമുക്ക് ലൊക്കേഷനിൽ ചെല്ലാം. അപ്പൊ ഞാൻ ഇതുവരെ പോയിരുന്നത് എല്ലാം അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തിന് മുമ്പ് പറഞ്ഞിരുന്നു, ഇവിടെ അവൻ പോകുന്ന സ്ഥിരം ഈ വഴിയാണ്, നേരെ 77 തന്നെ. അതായത് ഈ ചെറിയ റോഡ് എടുക്കാതെ ഇച്ചിരി ചിലപ്പം അരമണിക്കൂർ ലേറ്റ് ആവുമെങ്കിലും നല്ല റോഡാണ്, ഹൈവേ തന്നെയാണ്. അപ്പം പിന്നെ കാണാൻ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തായാലും അന്നേ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു, ഇനിയൊരു അവസരം ഇതുവഴി വരാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം പോയാലും കുഴപ്പമില്ല, ഈ റോഡിൽ കൂടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പം നമ്മൾ 26 മിനിറ്റ് ഡിലേ ആണ് വീട്ടിലെത്താൻ. വീട് ഒരു അരമണിക്കൂറോളം ലേറ്റ് ആവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്ന് പറയാനും കുഴപ്പമില്ല. കാര്യം നല്ല സ്ഥലങ്ങളാണ്, കാണാൻ നല്ല രസമുണ്ട്. എല്ലാ മലകൾക്കിടയിൽ കൂടെ ഉള്ളൊരു യാത്രയാണ്. നല്ല വളവും തിരിവുണ്ട്, സൈഡിൽ കൂടെ ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഭംഗിയുള്ള സ്ഥലം. 26 മിനിറ്റ് പോയാലും കുഴപ്പമില്ല, നഷ്ടമില്ല ഈ റോഡിൽ കൂടെ വന്നതുകൊണ്ട്. അപ്പം മോസ്റ്റ്ലി എനിക്കറിയാവുന്ന 2 പേര്, ഒരു ചേട്ടൻ സ്ഥിരം ഈ റോഡിൽ കൂടെ തന്നെ എല്ലാ ആഴ്ചയിലും ഈ റോഡിൽ കൂടെ പോകുന്ന ഒരാളാണ്. പുള്ളിയും പറഞ്ഞു നല്ല റോഡാണ്, അതുവഴി ഒരു വട്ടം പോകണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും ആ റോഡ് ചൂസ് ചെയ്ത് 77 നേരെ ചെന്ന് 90 കയറുന്നൊരു വഴിയാണിത്. അപ്പോൾ ആ വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് നോക്കാം ഇനിയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ വരുമോ ഇല്ലയോ നോക്കാം. ഇത് മൊത്തം ഭംഗി എന്ന് പറയുന്നത് മൊത്തവും മലയാണ്. അവിടെ ഒരു വേറൊരു ചേട്ടൻ ഇന്നലെ വിളിച്ചിട്ട്, ചേട്ടൻ മാത്രമല്ല നമ്മുടെ ഒരു വെൽവിഷർ, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇന്നലെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, നീ മലയും കാടും മാത്രം കാണിക്കരുത്, കുറച്ച് സിറ്റിയും കൂടെ കാണിക്കണം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, നമുക്ക് ഈ മലയും കാടും കാണുമ്പോൾ ഒരു വല്ലാത്തൊരു പ്രണയമാണ്. അതുകൊണ്ട് മലയും കാടും കാണുമ്പോൾ നമ്മുടെ ക്യാമറ ചലിക്കുള്ളൂ. ഇനി എന്തായാലും അടുത്ത വട്ടം നമ്മൾ സിറ്റിയിൽ കൂടെ ഒക്കെ പോകാൻ ശ്രമിക്കും. സിറ്റിയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേന് പിന്നെ പേടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ എല്ലാം വണ്ടി പോകും. നമ്മൾ കുറേയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പണി വാങ്ങിക്കും. കാര്യം എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ ഇന്നലെ ഒരുമിച്ച് പോയതാണ് ജോർജിയക്ക്. പുള്ളി എൻ്റെ മുമ്പേ പോയതായിരുന്നു. പുള്ളിക്ക് ഇതിനൊക്കെ തന്നെ ജോർജിയ കറക്റ്റ് അറ്റ്ലാന്റ സിറ്റിയിലോട്ട് കയറുന്ന വഴിക്ക് ഒന്ന് ലൈൻ ചേഞ്ച് ചെയ്തപ്പോഴത്തേന് തൊട്ടടുത്ത കാറുകാരനെ ശ്രദ്ധിച്ചില്ല. പുള്ളിയുടെ കാറിൽ തട്ടി വണ്ടി സ്ക്രാച്ചായി. വേറെ വലിയ ആക്സിഡന്റ് ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ് ആണ്. പക്ഷെ അവിടെ സിറ്റിയിലൊക്കെ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാര്യം നല്ല റഷായിരിക്കും, ക്രൗഡഡ് ആയിരിക്കും. അപ്പം നമ്മൾ ഒരുപാട് എക്സ്ട്രാ കെയർ വേണം. നമ്മൾ വലിയൊരു വണ്ടിയും കൊണ്ടല്ലേ പോകുന്നത്. അപ്പോൾ അവൻ ഇന്നലെ അങ്ങനെ ഒരു പണി കിട്ടി. ഈ പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പുള്ളവർ വേണ്ടി വന്നു, പോലീസ് വന്നു, പുള്ളിക്കാരന് ഫൈനും കിട്ടി.
പിന്നെ അതിനുശേഷം കമ്പനിക്ക് ഡൗട്ട്, കമ്പനി പിന്നെ അതിനെ പിക്കപ്പ് അടുത്ത ലോഡ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ പുള്ളിനെ കൊണ്ട് ഡ്രഗ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. കാര്യം കമ്പനി വിചാരിച്ച് ഇനി കള്ളു പിടിച്ചിരിക്കുകയാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അതൊന്നുമല്ല, ഇത് അവിടെ കുറച്ച് തിരക്കായതിന്റെ പേരിൽ ഫ്രണ്ടിൽ വന്ന ബ്ലൈൻഡ് സ്പോട്ട് വണ്ടി ഒരു കാറ് കടന്നത് കണ്ടില്ല. അപ്പൊ ലൈൻ ചേഞ്ച് ചെയ്തപ്പോൾ ചെറുതാട്ടം തട്ടിയതേ ഉള്ളൂ. ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ കാറിൽ പറ്റിയുള്ളൂ. പക്ഷെ അവരത് നിർത്തിയത് സീനാക്കി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സിറ്റിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, സിറ്റി ചെല്ലുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. നമ്മൾ റോഡ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഇവിടെ കഴിയുമ്പോൾ കുറച്ച് ഫ്രീ ആണ്. കാടും മലയൊക്കെ കാണുമ്പോൾ അധികം വണ്ടിയൊന്നും ഉണ്ടാകത്തില്ല. ഇതിനൊക്കെ നമ്മൾ ട്രക്കുകാരന്മാർ മാത്രം ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എനിവേ വീണ്ടും അടുത്ത മല കയറുകയെന്ന് തോന്നുന്നു. നമ്മളിപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാലാവസ്ഥയിലേക്കാണ് വന്ന് ചാടിയേക്കുന്നത്. അതായത് 2 മണിക്കൂർ മുമ്പ് വരെ 25-24 ഡിഗ്രി ആയിരുന്നു ഇത് ടെമ്പറേച്ചർ. നല്ല ചൂട്, AC ഒക്കെ ഇട്ട് വന്നോണ്ടിരുന്നായിരുന്നു. പെട്ടെന്ന് 2 ഡിഗ്രിയിലോട്ട് താഴെയും സ്നോയും മഴയും. ഞാൻ പറഞ്ഞ നല്ല പേടിച്ചിട്ടാണ് ഇപ്പോൾ വണ്ടി പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെയൊക്കെ നല്ല കട്ട മഴയായിരുന്നു. മഴയത്ത് നമ്മൾ പറന്നു പോകുമായിരുന്നു. കാര്യം ടെമ്പറേച്ചർ 17-18 ഡിഗ്രി ആയത് കാരണം ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഇതിപ്പം ഇത് ഡൗൺ ആവുകയും ചെയ്ത്, സ്നോയും ഉണ്ട്, റോഡ് മൊത്തം വെറ്റുമാണ്. ഇത് സാറിന് ഇവിടുത്തെ കാലാവസ്ഥകളൊന്നും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പം എന്താ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ഓൾമോസ്റ്റ് സമ്മർ ആയല്ലോ എന്ന രീതിയിൽ നമ്മളത് വലുതായിട്ട് ചെക്ക് ചെയ്തില്ല. റോട്ടിൽ കൂടെ വരുന്നതിന് ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്ന് ചെക്ക് ചെയ്തൊന്നുമില്ല. പക്ഷെ അതാണ്ട് പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ. നോക്കി മഴ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ടായിരുന്നു, ചെറിയ കാറ്റും ഉണ്ടായിരുന്നു. ഏതാണ്ട് ഇപ്പം സ്നോയും വീണുകൊണ്ടിരിക്കുക. 2 ഡിഗ്രി സെൽഷ്യസ്. അടിപൊളി. അത് ഈ സൈഡിലോട്ട് എത്തുമ്പോൾ എപ്പോഴും മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പെൻസിൽവാനിയയിലോട്ട് എത്താറായി. അതിൻ്റെ ആണത്. എനിവേ എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായാലും നമുക്ക് പോയേ പറ്റുള്ളൂ. സ്നോയും മഴയൊന്നും അധിക നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിഞ്ഞൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ തീർന്നു. പിന്നെ ആണ്ട് നല്ല കാലാവസ്ഥയാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ടെമ്പറേച്ചർ ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിച്ച് പോകുന്നു. ഇപ്പം എന്തായാലും അങ്ങനെ പോകുന്നു. ലോകം മൊത്തം കൊറോണ ഭീതിയിലാന്നാ തോന്നുന്നു. ഇവിടെ ഒരാളില്ല കേട്ടോ. ഈ ബോർഡറിൽ പാലത്തിൽ പോലും ഒരാളില്ലേ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അടുത്ത് ബഫല്ലോ സിറ്റിയിൽ എത്തിയിട്ടും 1-2 വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഈ പാലത്തിലൊക്കെ എപ്പോഴും വണ്ടി ഉണ്ടാകുന്നതാണ്. ഒരാൾ പോലും ഇല്ല. അപ്പം നമുക്കിവിടെ കൊറോണ ഒരു ഇച്ചിരി വിഷയമാണ്. ബോർഡറിൽ ഭയങ്കര ചോദ്യങ്ങളായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ചെറിയൊരു പണി കിട്ടിയെന്ന് വേണേൽ പറയാം. അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയല്ലേ ദുബായിൽ നിന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ചോദിച്ചു 1 മാസത്തിനുള്ളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഒരാഴ്ചക്ക് മുമ്പ് ട്രാവൽ ചെയ്ത ആളാണ്. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ചോദ്യങ്ങൾ ഒരുപാടായി. അപ്പോൾ എവിടെ പോയി, എന്തിനു പോയി, എത്ര ദിവസം സ്റ്റേ ചെയ്തു, അവിടെ എന്തൊക്കെ ചെയ്തു, അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ ചെക്കിംഗ് ഉണ്ടായിരുന്നു, ഐസൊലേഷനിൽ കിടന്നു, അങ്ങനെയുള്ളൊരു 150 ചോദ്യങ്ങളുണ്ടായിരുന്നു. അവനെ പറഞ്ഞു നമുക്ക് എന്തായാലും ദുബായിൽ നിന്ന് കയറിയപ്പോൾ ചെറിയ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു. ഞാൻ കയറുന്നതിന് മുമ്പ്, കാനഡയ്ക്കുള്ള ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ദുബായിൽ സ്ക്രീനിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ് കുറേയൊക്കെ വീണ്ടും പുള്ളി തന്നെ എൻ്റെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് എത്ര ദിവസം ദുബായിൽ സ്റ്റേ ചെയ്തു, പിന്നെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു. എന്തായാലും ഒരു 10 പെട്ടെന്ന് കയറിപ്പോന്ന് പറഞ്ഞു വന്നെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു വണ്ടി ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ കൗണ്ടർ ഉണ്ടായിരുന്നുള്ളൂ. 10 മിനിറ്റോളം ബോർഡറിൽ ഈ ഒരാഴ്ച മുമ്പ് നമ്മൾ ട്രാവൽ ചെയ്തത് കാരണം അത് സീനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പുള്ളിക്കാരൻ പിന്നെ നമ്മളോട് ഇന്ററാക്ട് വരെ കുറേ ദൂരെ നിന്നിട്ടായിരുന്നു. പിന്നെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇനി ഇവരെ പെട്ടെന്നെങ്കിൽ വിട്ടേക്കാൻ എന്ന രീതിയിലായിരിക്കും പുള്ളി പറയുന്നത്. എന്നാൽ പോയിക്കോളാൻ പറഞ്ഞു. എന്തായാലും ഇപ്പോൾ നമ്മൾ ബോർഡർ കഴിഞ്ഞു, കാനഡയിൽ കയറി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ വീടെത്തും. അപ്പോൾ എന്താ പറയുക, അപ്പം വീണ്ടും അടുത്തൊരു ജോർജിയ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് എത്തി. ഈ പ്രാവശ്യം നമ്മൾ ഇതുവരെ പോയിട്ടാത്ത 2 സ്ഥലങ്ങളായ സൗത്ത് കരോളിനെയും നോർത്ത് കരോളിനും വഴിയാണ് വന്നത്. അപ്പോൾ ഇനിയും പുതിയ വഴികളും പുതിയ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമ്മളെ വീഡിയോകൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കീപ് വാച്ചിങ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് മലയാളി.